പൊതുവെ ഇറാൻ അമേരിക്ക സംസാരത്തിൽ ചർച്ചകളിൽ നേരിട്ടോ അല്ലാതെയോ പങ്കെടുക്കാത്ത ഒരു രാജ്യമാണ് ചൈന. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയെ ചൂണ്ടിക്കാട്ടി പറയുന്നു, നിങ്ങളാണ് സാഹചര്യം വഷളാക്കുന്നത്, നിങ്ങളാണ് ഇറാന് ആയുധങ്ങൾ നൽകുന്നത്, വ്യോമ പ്രതിരോധ സംവിധാനം നൽകി ഇറാനെ വിത്തിൻ കൊട്ടേഷൻ വഷളാക്കുന്നത് ചൈനയാണ്. ചൈനീസ് കൺസൈൻമെൻറ്റ്സ്, എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ വിവിധ കൺസൈൻമെൻറ്റുകൾ വേഷം മാറി പല രൂപത്തിൽ മൂന്നാം രാജ്യങ്ങളിലൂടെ ഇറാനിൽ എത്തുന്നതായി അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. കാരണം ഇറാന് നിലനിൽക്കണമെങ്കിൽ, അമേരിക്കയ്ക്കെതിരെ ദീർഘകാലം പിടിച്ചു നിൽക്കണമെങ്കിൽ വ്യോമ ആധിപത്യം അമേരിക്കയ്ക്ക് തന്നെയാണ്, സംശയമില്ല. പക്ഷേ ഏതാനും വിമാനങ്ങൾ അമേരിക്കയുടേത് ഇറാൻ്റെ ആകാശത്ത് വെച്ച് നഷ്ടപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഇറാനെ സഹായിക്കുന്നത് റഷ്യയോ ചൈനയോ ആണ്. അവർ നൽകുന്ന സാങ്കേതിക വിദ്യ, അവർ നൽകുന്ന സംവിധാനങ്ങൾ, അവർ നൽകുന്ന ഒരു ഇൻ്റലിജൻസ് ഇൻപുട്ട്, അതേപോലെ തന്നെ ഏറിയൽ സോർട്ടീസ് നടത്തുമ്പോൾ കൃത്യമായ എയർക്രാഫ്റ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ഉൾപ്പെടെ സാറ്റലൈറ്റുകളിൽ റീഡ് ചെയ്ത്, അല്ലെങ്കിൽ ഈ മൂവ്മെൻ്റ് എല്ലാം റീഡ് ചെയ്യത്തക്ക ടെക്നോളജി ഉള്ളത് റഷ്യയ്ക്കും ചൈനയ്ക്കുമാണ്. എപ്പോഴും ഇറാനെ താങ്ങി നിർത്തിയിരുന്നത് റഷ്യയും ചൈനയുമാണ്. നോക്കൂ, കഴിഞ്ഞ ആഴ്ച ഈ ബഹ്റിൻ്റെ ഒരു പ്രമേയം ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ വന്നു. ഹോർമോസ് കടലെടുക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ഇറാനെ ഭാഗികമായി കുറ്റപ്പെടുത്തിക്കൊണ്ടുമുള്ള ഒരു പ്രപ്പോസൽ വന്നപ്പോൾ, ആ പ്രമേയം വന്നപ്പോൾ അത് വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തിയത് ചൈനയും റഷ്യയുമാണ്. അതുകൊണ്ട് ഇറാനൊപ്പമാണ് ചൈനയുടെയും റഷ്യയുടെയും മനസ്സ് എന്ന് നിസ്സംശയം പറയാം. ആ ഒരു സാഹചര്യം നിലവിലുണ്ടായിരിക്കെ ഇപ്പോൾ ഇതാ യുദ്ധവിരാമത്തിന് വേണ്ടി ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾ പരാജയപ്പെട്ടു. ട്രംപിൻ്റെ ഏജന്റായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും അതേപോലെ ഈ ചർച്ചാ സംഘത്തെ നയിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റും കുറച്ചൊക്കെ മിതവാദിയും ലെവൽ ഹെഡഡുമായ JD വാൻസും തിരിച്ചുപോയി. ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ഒരു ചേഞ്ച് എന്ന നിലയിൽ. അദ്ദേഹത്തോടൊപ്പം തന്നെ ഇറാൻ്റെ മുൻ വിദേശകാര്യമന്ത്രിയും ചർച്ചകൾക്ക് മുൻപ് നേതൃത്വം നൽകിയതുമായ അബ്ബാസ് അറാഖ്ചി എന്ന ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും തിരിച്ചുപോയി. പക്ഷേ പ്രശ്നം അവശേഷിക്കുന്നു. ഇത് തുടരാൻ ഒരു കരയുദ്ധത്തിലേക്കൊക്കെ അമേരിക്ക പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയെങ്കിൽ ഇറാന് വലിയ ആവശ്യം വരും, യുദ്ധ ഉപകരണങ്ങൾ ആവശ്യം വരും, നൈറ്റ് വിഷൻ എക്യുപ്മെൻറ്റ്സ് ആവശ്യം വരും, ഒരുപക്ഷെ ഈ മറ്റ് ബാക്കപ്പ് കാര്യങ്ങൾ ആവശ്യം വരും. ചൈന അതിൻ്റെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ ഇറാനിലേക്ക് അയച്ചുകൊണ്ട് അമേരിക്കൻ ട്രൂപ്സിനെ ചെറുക്കുമെന്ന് വിശ്വസിക്കുന്നവർ മൂഢതർക്കത്തിലാണ്. അങ്ങനെ പറ്റില്ല. നേരിട്ട് ചൈനയുമായി അതിർത്തി പോലും ഇല്ലാത്ത ഇറാനിലേക്ക് ചൈന നേരിട്ട് ആയുധങ്ങൾ എത്തിക്കും, ട്രൂപ്സിനെ എത്തിക്കും എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. പക്ഷേ സാഹചര്യം സൃഷ്ടിക്കാം. 2-3 രീതിയിൽ സാഹചര്യം സൃഷ്ടിക്കാം. ഒന്ന്, രഹസ്യമായി ഈ കസാക്കിസ്ഥാൻ വഴിയോ മറ്റ് രാജ്യങ്ങൾ വഴിയോ ഇറാനിലേക്ക് ആയുധങ്ങൾ കടത്താം. ഹോർമൂസിലൂടെ കൊണ്ടുവരുന്നത് ലേശം റിസ്കി ആയിരിക്കും. പക്ഷേ മറ്റൊരു കാര്യം ചെയ്യാം ചൈനയ്ക്ക്, റഷ്യയ്ക്കും ചൈനയ്ക്കും ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. അമേരിക്ക ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഹോർമൂസിലെ ഉപരോധം എല്ലാ കപ്പലുകൾക്കുമെതിരെയാണ്. അമേരിക്കൻ കപ്പലുകൾ ഒഴിച്ചുള്ള, അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഒഴിച്ചുള്ള മറ്റെല്ലാ കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം സുഹൃത്ത് രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്കും ഈ ബ്ലോക്കേഡ് വന്നു കഴിഞ്ഞാൽ ഒരുപോലെയാകും ഫലത്തിൽ ഉപരോധം. അമേരിക്ക ഫലത്തിൽ ഇറാൻ്റെ കപ്പലുകൾക്ക് ഉപരോധമെന്ന് പറയുമ്പോഴും ഇറാൻ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കുമല്ലോ. അതുകൊണ്ട് ഫലത്തിൽ 2 ഭാഗത്തു നിന്നും ബ്ലോക്കേഡ് ഹോർമൂസിലുള്ളപ്പോൾ ചൈനയോ റഷ്യയോ ധൈര്യം കാട്ടുമോ? എന്താണ് ധൈര്യം? തങ്ങൾക്ക് യുദ്ധത്തിൽ പങ്കാളിത്തമില്ല, പക്ഷേ തങ്ങൾക്ക് ഇറാനിൽ നിന്ന് മാത്രമല്ല സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെ എണ്ണയും പ്രകൃതിവാതകവും ആവശ്യമുണ്ട്. തങ്ങളിതാ ഞങ്ങളുടെ കപ്പലുകളെ ഹോർമൂസിലോട്ട് അയക്കുന്നു, തടയാൻ ധൈര്യമുണ്ടെങ്കിൽ തടയൂ എന്ന് അമേരിക്കയെ വെല്ലുവിളിക്കാൻ ചൈനയ്ക്കാവും. ആ രീതിയിലേക്ക് പോകുമെന്നൊന്നും ഇപ്പോൾ കരുതാനാവില്ല. പക്ഷേ ഏറെക്കാലം ഹോർമൂസ് അമേരിക്കൻ ബ്ലോക്കേഡിൽ ആവുകയാണെങ്കിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒരു നിലപാടെടുക്കേണ്ടി വരും. യുദ്ധത്തിലേക്ക് പ്രവേശിക്കുക എന്നതല്ല, സുഗമമായി തങ്ങൾ പാത ഒരുക്കി തരാം. ഈ ഒരു നിർദ്ദേശം റഷ്യ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ആണവായുധങ്ങളാണ്, ഇറാൻ്റെ ആണവായുധങ്ങളാണ് വിഷയമെങ്കിൽ തങ്ങളത് പരിഹരിച്ചു തരാം. ഫിസൈൽ മെറ്റീരിയൽ സമ്പുഷ്ടീകരിച്ച 60% സമ്പുഷ്ടീകരിച്ച ഏതാണ്ട് 480 കിലോഗ്രാം ഫിസൈൽ മെറ്റീരിയൽ ഇറാൻ്റെ കൈവശമുണ്ട്. അത് സുരക്ഷിതമായി തങ്ങൾ കൊണ്ടുപോയിക്കോളാം റഷ്യയിലേക്ക്. റഷ്യ ആണവ രാജ്യമാണല്ലോ. റഷ്യയിൽ ആണവ ഇന്ധനം എത്തിക്കഴിഞ്ഞാൽ, ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഭാഗികമായി
സമ്പുഷ്ടീകരിച്ച യുറേനിയം എത്തിക്കഴിഞ്ഞാൽ അത് തെറ്റായ കരങ്ങളിൽ എത്തിയെന്ന് പറയാനാവില്ലല്ലോ. അതുകൊണ്ട് ഒരു പ്രപ്പോസൽ വെച്ചിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ ഹാസ് പുട്ട് ഫോർവേഡ് എ പ്രപ്പോസൽ ദാറ്റ് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആണവ വിഷയത്തിൽ തങ്ങൾക്ക് മീനിങ് ഇടപെടലുകൾ നടത്താം. ഇറാൻ അത് സമ്മതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം റഷ്യ ഇറാൻ വിശ്വസിക്കും. ചൈനയ്ക്കും അതേ പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കാം. ഇപ്പോൾ അത് വെച്ചിട്ടില്ല, റഷ്യയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പുടിനാണ് പൂച്ചക്കാര് മണികിട്ടുമെന്ന ചോദ്യത്തിന് ഉത്തരം ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഞാൻ തയ്യാർ എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ആ രീതിയിൽ നോക്കുമ്പോൾ റഷ്യക്ക് മീനിങ് ഇടപെടൽ നടത്താം. അതുമാത്രമല്ല, ഒരുതരം കാവ്യനീതി കൂടിയുണ്ട്. ഈ പീസ് പ്രപ്പോസൽ റഷ്യ മുന്നോട്ട് ഇറങ്ങുന്നു. തങ്ങൾ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ മധ്യസ്ഥത വഹിച്ച് ടോക്സ് നടത്താൻ തങ്ങൾ തയ്യാറാണ് എന്ന് റഷ്യ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഡൊണാൾഡ് ട്രംപ് 2 പേരെ അങ്ങോട്ട് വിളിച്ചല്ലോ. എവിടെയാണ്? അലാസ്കയിലേക്ക് വിളിച്ചല്ലോ, അല്ലെങ്കിൽ പുടിൻ അലാസ്കയിൽ എത്തിയല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താണ്? അമേരിക്കൻ മധ്യസ്ഥതയിൽ റഷ്യ ഉൾപ്പെടെയുള്ള വലിയ രാജ്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു കാര്യം തീരുമാനിക്കാൻ മനസ്സുകൊണ്ടെങ്കിലും തയ്യാറായല്ലോ, അല്ലെങ്കിൽ അവർ ഔട്ട്വേർഡ്ലി തയ്യാറായല്ലോ. അലസിപ്പോയ മറ്റൊരു കാര്യം, ഇപ്പോൾ യുദ്ധം തുടരുന്നു. പക്ഷേ അങ്ങനെയെങ്കിൽ അമേരിക്ക ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന യുദ്ധം, അല്ലെങ്കിൽ അമേരിക്ക എത്തിച്ചേർന്നിരിക്കുന്ന വൈതരണിയിൽ നിന്നും അമേരിക്കയ്ക്ക് ആശ്വാസമാകുമെങ്കിൽ തങ്ങൾ സഹായിക്കാം. ഈ ഊരാക്കുടുക്കിൽ നിന്നും, ഇറാൻ എന്ന രാവണൻ കോട്ടയിൽ നിന്നും അമേരിക്കയ്ക്ക് സുഗമമായി ഊരിപ്പോരണമെങ്കിൽ റഷ്യൻ മധ്യസ്ഥത എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. റഷ്യ ഒരു പ്രപ്പോസൽ കൊണ്ട് മുന്നോട്ട് വെച്ചു. അമേരിക്കയുടെ ആത്മവീര്യം, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു അഹന്ത, അമേരിക്കയുടെ ആ ഒരു പ്രൈഡ് അതിന് സമ്മതിക്കുമോ എന്നറിയില്ല. പക്ഷേ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതാണ് ഒരു കാര്യം. ഇനി ചൈനയുടെ കാര്യം നോക്കൂ. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിക്കേണ്ടത് മറ്റാരേക്കാളും വലിയ ആവശ്യമാണ്. കാരണം സപ്ലൈ, ഓയിൽ സപ്ലൈ ചൈനയ്ക്ക് ആവശ്യമുള്ളതിൻ്റെ 85% എണ്ണയും പ്രകൃതിവാതകവും ചൈന ഇറക്കുമതി ചെയ്യുകയാണ്. അതിൻ്റെ പ്രധാന സോഴ്സ് റഷ്യയാണ്. അത് തൊട്ടടുത്ത ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഓയിൽ ഒക്കെ പമ്പ് ചെയ്ത് ചൈനയിൽ എത്തിക്കാം. ഈ കടൽ വഴി മാത്രമല്ല, കരവഴിയും എത്തിക്കാം, കടൽ വഴിയും എത്തിക്കാം. അതേസമയം ഹോർമൂസ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇറാനിൽ നിന്നും ചരിത്രപരമായി ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയിരുന്നത് ചൈനയാണ്. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 90% ചൈനയിലേക്കാണ്. ഇപ്പോൾ കാർഗ് ഐലൻഡിലൂടെയാണ് കയറ്റുമതി എന്ന് പറയുമ്പോഴും ചൈനീസ് വെസൽസാണ് പ്രധാനമായും ആ എണ്ണ കൊണ്ടുപോയിരുന്നത്. ഇന്ത്യയൊക്കെ മുൻപ് വാങ്ങിച്ചിരുന്നു. അത് ഉപരോധത്തെ തുടർന്ന് ഇന്ത്യ വെട്ടിക്കുറച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു സമയത്ത് 20%, ഇന്ത്യയുടെ ആകെ ആവശ്യത്തിൻ്റെ 20% എണ്ണ വന്നിരുന്നത് ഇറാനിൽ നിന്നാണ്. ഒരു സമയത്ത് ഇറാഖിൽ നിന്നുമാണ് കൂടുതൽ വന്നിരുന്നത്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് കൂടുതൽ വരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു സമയത്ത് സൗദിയിൽ നിന്ന് കൂടുതൽ വന്നിരുന്നു. ഇപ്പോൾ ഇതാ 42 രാജ്യങ്ങളുമായി ഇന്ത്യക്ക് എണ്ണ കരാറുണ്ട്. ഡൈവേഴ്സിഫൈഡ് പർച്ചേസ് പാറ്റേൺ ആണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. നോക്കൂ, ചൈനയെ സംബന്ധിച്ചിടത്തോളം വെനിസ്വേല എന്ന അക്ഷയ ഖനി വറ്റിപ്പോയിരിക്കുന്നു. നൗ അമേരിക്ക കൺട്രോൾസ് വെനിസ്വേല. ഇപ്പോൾ ഇറാനും അമേരിക്കയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോർമൂസ് ദ്വീപിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ നിയന്ത്രിക്കുന്നത് ആത്യന്തികമായി അമേരിക്കയാണെങ്കിൽ ചൈന വിൽ ബി ചോക്ഡ്. മറ്റു രാജ്യങ്ങൾക്ക് എണ്ണ കിട്ടിയേക്കാം, പക്ഷേ ചൈനയ്ക്ക് എണ്ണ ലഭിക്കില്ല എന്ന അന്തരീക്ഷം വന്നാൽ ചൈനയ്ക്ക് മറുമാർഗം തേടേണ്ടി വരുമല്ലോ. റഷ്യൻ എണ്ണ കൊണ്ട് മാത്രം ഒരുപക്ഷെ പിടിച്ചു നിൽക്കാനാവില്ല. ഏറ്റവും അധികം എണ്ണ ഉപയോഗിക്കുന്ന രാജ്യങ്ങളൊന്നും ചൈനയല്ലേ. അവിടെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ ചൈന രംഗത്ത് വരുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടായാൽ അമേരിക്ക കുറച്ചൊക്കെ സംയമനം പാലിക്കും. ഒരു ലോകമഹായുദ്ധത്തിലേക്കൊന്നും വഴി നീങ്ങാൻ ഒരുപക്ഷെ അമേരിക്ക താല്പര്യപ്പെടില്ല, അമേരിക്കൻ ജനത താല്പര്യപ്പെടില്ല. ഫോർച്ചുനേറ്റ്ലി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഈസ് എ ഡെമോക്രസി. ദ മൈറ്റ് ഡെമോക്രസി ഈസ് വെരി സ്ട്രോങ്. പക്ഷേ അത് അനുദിനം ഒരു ദൈനംദിന തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ ജനാധിപത്യം, ഒരു വൻപൻ ജനാധിപത്യമല്ലേ, ഒരു വലിയ ജഗന്നോട്ടല്ലേ അമേരിക്ക. അതിൻ്റെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് അതിൻ്റേതായ സമയമുണ്ട്. കേവലം 2 മാസം സമയമാണ് യുദ്ധം നടത്തിക്കൊണ്ടു പോകാൻ പ്രസിഡന്റിന്. പാർലമെൻറ്റായ കോൺഗ്രസിൻ്റെ അനുവാദമില്ലാതെ യുദ്ധം മുന്നോട്ട് പോകാൻ 2 മാസം മാത്രമേ പറ്റൂ. പിന്നെ 1 മാസത്തെ കൂളിംഗ് ഓഫ് പീരീഡ് ഉണ്ട്. പിൻവലിക്കേണ്ടി വന്നാൽ അതല്ലാതെ മുന്നോട്ട് പോകാൻ ഒക്കില്ല. ആ 2 മാസം തികയുന്നതിന് മുൻപേ എന്തെങ്കിലും യുദ്ധവിജയങ്ങൾ കാട്ടണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ട്. അതുകൊണ്ട് ചൈനയും റഷ്യയും പൂർണ്ണമായി പിണക്കാതെ തന്നെ ഏതെങ്കിലും മധ്യസ്ഥത സ്വീകരിച്ചുകൊണ്ട് തന്നെ ചൈന നടത്തുന്ന നീക്കങ്ങൾ പ്രഥമദൃഷ്ടിയ ചൈനയെ വെല്ലുവിളിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ സമീപനം. അതേസമയം ചൈനയെ പൂർണ്ണമായി പിണക്കാനും അമേരിക്ക താല്പര്യപ്പെടില്ല. റഷ്യയുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഒരുപക്ഷെ ഉക്രൈൻ വിഷയവും പാലസ്തീൻ വിഷയം, അല്ലെങ്കിൽ ഗാസ വിഷയം ഉൾപ്പെടെ സമഗ്രമായ ഇതിൻ്റെയൊക്കെ അലയൊലികൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതെല്ലാം പരിഹരിക്കാനുള്ള ഒരു അന്തരീക്ഷമായി ഇപ്പോഴത്തെ കലങ്ങിയ സാഹചര്യം കലകി തെളിയുമ്പോൾ അതെല്ലാം
ഒറ്റ ഡീലിൻ്റെ ഭാഗമായിട്ടല്ല, മൾട്ടിപ്പിൾ ഡീൽസ് ദാറ്റ് ടേക്ക് കെയർ ഓഫ് ഓൾ ദി ബേണിംഗ് ഇഷ്യൂസ് ഓഫ് ദ വേൾഡ്. ഇതിലെല്ലാം അമേരിക്ക ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പങ്കാളി. നോക്കൂ, മറ്റൊരു രാജ്യവും എല്ലാത്തിലും പങ്കാളിയല്ല. റഷ്യ ഉക്രൈൻ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇത് യുദ്ധം നീണ്ടുപോകുന്നത്? അമേരിക്ക ഉക്രൈനെ സഹായിക്കുന്നത് കൊണ്ടാണ്. അമേരിക്കൻ വെപ്പൺസ് കൊണ്ടാണ് ഉക്രൈൻ പൊരുതുന്നത്. നോക്കൂ, ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം എത്രയോ മിനറൽസ് ആൻഡ് മെറ്റൽസിൻ്റെ റിച്ച് കലവറയാണ്. അത് വിറ്റുകൊണ്ട്, അത് അമേരിക്കയ്ക്ക് അടിവറ വെച്ചുകൊണ്ടാണ് യുദ്ധ ആവശ്യത്തിന് വേണ്ടിയുള്ള പണവും ആയുധങ്ങളും അമേരിക്കയ്ക്ക് കിട്ടുന്നത്. നെയ്റ്റോ തന്നെ ഒരു ബാധ്യതയായി അമേരിക്ക കണ്ടുകൊണ്ട് നെയ്റ്റോയിൽ നിന്ന് പോലും പിൻവാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഉക്രൈൻ്റെ കാര്യം എങ്ങനെയെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതൊരു ഡീലിൻ്റെ ഭാഗമായി ഞങ്ങൾക്കിനി നെയ്റ്റോ ബന്ധമില്ല എന്ന് അമേരിക്ക ആത്യന്തികമായി പറഞ്ഞാൽ റഷ്യ ഒരുപക്ഷെ കരാറിന് തയ്യാറായേക്കാം. പിടിച്ചെടുത്ത ഭാഗം നിലനിർത്തിക്കൊണ്ട് ഡൊണസ്ക് മേഖല, ലുഹാൻസ് മേഖല, സപ്രോഷ്യ മേഖല, ഖെർസൺ, അതുപോലെ 2014 പിടിച്ചെടുത്ത ക്രൈമിയ എന്നിവ നിലനിർത്തിക്കൊണ്ട് ഉക്രൈൻ്റെ ഭൂമിയുടെ 20% കൊണ്ട് റഷ്യ പോയി കഴിഞ്ഞാൽ, അത് അമേരിക്ക കൂടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വിഷയം പരിഹരിച്ചു. പക്ഷേ അത് ഉക്രൈന് സ്വീകാര്യമാവും എന്ന് കരുതാനാവില്ലല്ലോ. അതുപോലെ പശ്ചിമേഷ്യയിലെ വിഷയത്തിൽ ഇസ്രയേലിനോടൊപ്പമല്ലേ അമേരിക്ക ബ്രോക്കേർഡ് പീസാണിപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങും എത്തിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. അവിടെയും അമേരിക്കയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ നേരിട്ട് അമേരിക്ക ഇറാൻ വിഷയത്തിൽ നേരിട്ട് ഇൻവോൾവ് ആയിരിക്കുന്നു. അതുപോലെ ഹൂതികളെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയുമുണ്ട്. കാരണം ബാബിൽ മന്ദേബാണ് ഇനിയുള്ള വിഷയം. ചെങ്കടലിലേക്കുള്ള പ്രവേശനം ലോകത്തിൻ്റെ വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകുന്നത്. എണ്ണ മാത്രമല്ല, എല്ലാ സമസ്ത വ്യാപാരത്തിൻ്റെയും 20% കടന്നു പോകുന്നത് ബാബൽ മന്ദേബിലൂടെയാണ്. അറബിക്കടലിൽ നിന്നും ബാബൽ മന്ദേബിലൂടെ, കുപ്പിക്കഴുത്ത് പോലെയുള്ള ബാബൽ മന്ദേബിലൂടെ ചെങ്കടലിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്ന് സൂയസ് കനാലിലേക്ക് പ്രവേശിച്ച് മെഡിറ്ററേനിയനിൽ എത്തുകയും ചെയ്യുകയാണ് സാധാരണ രീതി. അവിടെ ചോക്ഡ് ആവുകയാണെങ്കിൽ അത് വലിയ വിപത്തിലേക്ക് നീങ്ങും. ഇറാൻ അനുകൂലികളായ ഷിയ മിലിഷ്യ കൂടിയായ ഹൂതികളാണ് ആ ഭാഗത്തിൽ ഭാഗികമായ നിയന്ത്രണമുള്ളത്. അപ്പോൾ യുദ്ധമൊന്നും എസ്കലേറ്റ് ചെയ്യുന്നത് അമേരിക്കൻ താല്പര്യങ്ങൾക്കോ ലോക താല്പര്യത്തിനോ നല്ലതല്ല. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ, റഷ്യയുടെ നീക്കങ്ങൾ, ഇത് ഒരു വാഗ്ധോരണി എന്ന നിലയിൽ അമേരിക്ക വെല്ലുവിളിക്കും എന്നല്ലാതെ ഒരു ആക്രമണത്തിലേക്കും അവരെ തടയുന്നതിലേക്കും എത്തിച്ച് നിർത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ചിന്ത, എൻ്റെ ഒരു ടേക്ക് ഇതാണ്: റഷ്യ ആൻഡ് ചൈന ഓൾസോ need to come into the negotiating table, come around the negotiating table along with America. അതിൽ പങ്കാളികളല്ല, ചർച്ചയിൽ പങ്കാളികളല്ല, പക്ഷേ ഒരു സമഗ്രമായ ധാരണ, വൻ ശക്തികളുടെ ചൈനയുടെയും റഷ്യയുടെയും അമേരിക്കയുടെയും ഒരു ധാരണ ഇവിടെ ഉണ്ടാവണം. ഇറാൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എന്നല്ല, മറിച്ച് സമാധാനത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ഈ 3 രാജ്യങ്ങളും തയ്യാറാവുകയാണെങ്കിൽ ഇറാൻ്റെ വിഷയം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ ധാരണ ഉണ്ടാവണം. അത് ശാശ്വതമായ പരിഹാരങ്ങൾ, വീണ്ടും പറയുന്നു, ഒരു പീസ് മീൽ അല്ല വേണ്ടത്, അല്ലെങ്കിൽ ഓരോരോ ചെറിയ ഉരുട്ടുകൊണ്ട് ഒട്ടയടയ്ക്കുന്ന തീരുമാനങ്ങളല്ല വേണ്ടത്. സമഗ്രമായ മേഖലാ കരാർ, ഇപ്പോഴത്തെ നിലവിലെ വൻ ശക്തികളുടെ ഉൾപ്പെടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അവരുടെ അംഗീകാരമുള്ള കൈവപ്പുള്ള ഒരു സമഗ്ര ഉടമ്പടിയിലേക്ക് നീങ്ങാൻ ലോകത്തിന് കഴിയട്ടെ എന്നാശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.